ലോകത്തുള്ള എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അധികമാർക്കും അറിയാത്ത ക്രിസ്മസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടാലോ. എല്ലായിടത്തും ക്രിസ്മസ് ഡിസംബറിലാണോ? ലോകത്ത് ആദ്യമായിട്ട് ക്രിസ്മസ് ട്രീ ഉയർത്തിയത് എവിടെയാണെന്നറിയാമോ? ആരായിരുന്നു സാന്താക്ലോസ്? ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം. ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷങ്ങളുടെ തിരക്കിലാണ്. ഡിസംബർ 25-ന് യേശുക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുന്നതാണ് ഈ ആഘോഷം. ലോകമെമ്പാടും വ്യത്യസ്തമായ രീതികളിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അലങ്കരിച്ച മരങ്ങൾ, സമ്മാനങ്ങൾ, രുചികരമായ ഭക്ഷണം, സംഗീതം, സാന്താക്ലോസിൻ്റെ വരവ് എന്നിവയെല്ലാം ഈ ആഘോഷത്തിൻ്റെ ഭാഗമാണ്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് ബത്ലഹേമിൽ ഉണ്ണിയേശു ജനിച്ചതിൽ നിന്നാണ് ക്രിസ്മസ് ആരംഭിച്ചത്. കൃത്യമായ ദിവസം ആർക്കും അറിയില്ലെങ്കിലും ഡിസംബർ 25 തിരഞ്ഞെടുക്കപ്പെട്ടത് യൂറോപ്പിൽ ശൈത്യകാല ഉത്സവങ്ങൾ അക്കാലത്ത് വളരെ പ്രധാനമായിരുന്നതുകൊണ്ടാകാം. കാലക്രമേണ ഇത് ഒരു ചെറിയ മതപരമായ ആഘോഷത്തിൽ നിന്ന് ഇന്നത്തെ വലിയൊരു ആഘോഷമായി വളർന്നു. അന്ന് സമ്മാനങ്ങളോ അലങ്കാരങ്ങളോ ഉണ്ടായിരുന്നില്ല. ആളുകൾ ഒത്തുകൂടി ഭക്ഷണം കഴിക്കുകയും പാട്ടുപാടുകയും യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള നാടകങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഓരോ രാജ്യവും കാലക്രമേണ തങ്ങളുടേതായ പ്രത്യേകതകളും ആഘോഷ രീതികളും ഇതിൽ ചേർത്തു. ക്രിസ്മസ് ട്രീകൾ, ലൈറ്റുകൾ, സാന്താക്ലോസ് എന്നിവയെല്ലാം ഇപ്പോൾ സാധാരണയായി തോന്നാമെങ്കിലും അവയെല്ലാം ഒരിക്കൽ പുതിയൊരു ആശയങ്ങളായിരുന്നു. ലോകത്തെ എല്ലാ കോണുകളിലും വീടുകളിലും സ്ഥാപനങ്ങളിലും ഇന്ന് കാണുന്ന ക്രിസ്മസ് ട്രീക്ക് പിന്നിൽ വർഷങ്ങളുടെ ചരിത്രമുണ്ട്. ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്ന രീതി 16-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലാണ് ആരംഭിച്ചത്. 16-ാം നൂറ്റാണ്ടിലെ ജർമ്മനിയിലും ബാൾട്ടിക് സംസ്ഥാനങ്ങളിലുമാണ് ആദ്യമായി ക്രിസ്മസ് ട്രീ സ്ഥാപിച്ചു തുടങ്ങിയത്. 1441-ൽ എസ്റ്റോണിയയിലും 1510-ൽ ലാത്വിയയിലും ക്രിസ്മസ് ട്രീ ഉയർന്നതായി ചരിത്രം പറയുന്നു. കടലാസ് കൊണ്ട് നിർമ്മിച്ച പൂക്കൾ അലങ്കാരത്തിനായി ഉപയോഗിച്ചു. പിന്നീട് മെഴുകുതിരികൾ ഉൾപ്പെടെയുള്ളവ ക്രിസ്മസ് ട്രീയിൽ സ്ഥാപിച്ചു. പിന്നീട് ക്രിസ്മസ് ട്രീ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയും പലതരത്തിലുള്ള പരിണാമങ്ങൾക്ക് വിധേയമാകുകയും ഇന്ന് കാണുന്ന ക്രിസ്മസ് ട്രീയായി തീരുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിലേക്കെത്തിയ ക്രിസ്മസ് ട്രീ 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ജർമ്മനിയിൽ ജനിച്ച വിക്ടോറിയ രാജ്ഞിയുടെ ഭർത്താവ് പ്രിൻസ് ആൽബർട്ടാണ് ജനപ്രിയമാക്കിയത്. കളിപ്പാട്ടങ്ങൾ, ചെറിയ സമ്മാനങ്ങൾ, മെഴുകുതിരികൾ, മിഠായികൾ, പോപ്കോൺ സ്ട്രിങ്ങുകൾ, ഫാൻസി കേക്കുകൾ എന്നിവ ഉപയോഗിച്ച് വിക്ടോറിയൻ മരം അലങ്കരിച്ചിരുന്നു. ശാഖകളിൽ റിബണുകളും പേപ്പർ ചെയിനുകളും ഉപയോഗിച്ച് തൂക്കിയിട്ടിരുന്നു. 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ജർമ്മൻ കുടിയേറ്റക്കാർ വടക്കേ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. 19-ാം നൂറ്റാണ്ടോടെ ക്രിസ്മസ് ട്രീക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ്, പോളണ്ട്, നെതർലാൻഡ് എന്നിവിടങ്ങളിലും അവ ജനപ്രിയമായിരുന്നു. ചൈനയിലും ജപ്പാനിലും 19-20 നൂറ്റാണ്ടുകളിൽ പാശ്ചാത്യ മിഷനറിമാർ അവതരിപ്പിച്ച ക്രിസ്മസ് ട്രീകൾ പേപ്പർ ഡിസൈനുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അതുപോലെ തന്നെ ക്രിസ്മസ് കാലത്ത് സാന്താക്ലോസ് എന്ന സങ്കല്പം ഏറെ പ്രശസ്തമാണ്. സെന്റ് നിക്കോളാസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് സാന്താക്ലോസ് ഉത്ഭവിച്ചത്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെന്റ് നിക്കോളാസ് എന്ന ക്രിസ്ത്യൻ ബിഷപ്പാണ് സാന്താക്ലോസ് എന്ന ഐതിഹ്യ കഥാപാത്രത്തിൻ്റെ യഥാർത്ഥ ഉറവിടം. ഓരോ സ്ഥലത്തും അദ്ദേഹത്തിന് വ്യത്യസ്ത പേരുകളും രൂപങ്ങളുമുണ്ട്. എന്നാൽ എല്ലാവർക്കും സന്തോഷം നൽകുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇംഗ്ലണ്ടിൽ ടർക്കിയും മിൻസ് പൈയും, ഇറ്റലിയിൽ പാനറ്റോണയും, ഇന്ത്യയിൽ പ്ലം കേക്കുകളും മധുരപലഹാരങ്ങളും ക്രിസ്മസ് കാലത്ത് പ്രശസ്തമാണ്. ഇന്ത്യയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഗോവ, കേരളം, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ വലിയ ആഘോഷങ്ങൾ നടക്കുന്നു. നക്ഷത്രങ്ങൾ, അർദ്ധരാത്രിയിലെ കുർബാന, കുടുംബങ്ങളിലെ വിരുന്നുകൾ എന്നിവയെല്ലാം ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗങ്ങളാണ്. ആദ്യകാല ക്രിസ്മസ് കാർഡുകളെല്ലാം കൈകൊണ്ട് വരച്ചവയായിരുന്നു. കൂടാതെ അമേരിക്കയിൽ 1870 വരെ ഇത് ഒരു അവധി ദിവസമായിരുന്നില്ല എന്നത് വളരെയധികം കൗതുകകരമായ ഒരു കാര്യമാണ്. ലോകത്തെ എല്ലായിടങ്ങളിലും ക്രിസ്മസ് ഡിസംബറിൽ അല്ല നടക്കുന്നത്. റഷ്യ പോലുള്ള ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ കൂടുതലുള്ള രാജ്യങ്ങളിൽ ക്രിസ്മസ് ദിവസം ജനുവരി 7-നാണ് എന്ന കാര്യവും വളരെയധികം കൗതുകകരമായ കാര്യമാണ്.